യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമിത്. ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വചനഭാഗം 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. അത് വായിക്കുമ്പോൾ പുസ്തകം എന്ത് ചെയ്യും? എൻ്റെ പുസ്തകം എന്ത് ചെയ്യും? പുസ്തകം ഇല്ലാതെയാണോ എന്നെ? പ്രധാന സ്തോത്രം. അപ്പോൾ 1 തെസ്സലോനിക്കർ 4:16 വായിച്ചേ. കുട്ടികളുടെ പുസ്തകങ്ങളെ കയ്യിലുണ്ടോ? 1 തെസ്സലോനിക്കർ 4:16. അത് നമ്മൾ വായിക്കുന്നത്, വായിച്ചോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്, കർത്താവിൻ്റെ വരവിങ്കൽ 3 ശബ്ദമുണ്ടാകും. നമ്മളെല്ലാവരും കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് തൻ്റെ ജനത്തെ ചേർക്കുവാൻ വരും എന്നുള്ളത് വിശ്വസിച്ച് അതിനുവേണ്ടി കാത്ത് ജീവിക്കുന്നവരാണ് നാം. എന്നാൽ അന്ന് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവിൻ്റെ വരവിങ്കൽ അനേകർ ഇടറിപ്പോകും. ഇടറിപ്പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവാണ് വരുന്നതെന്നും കർത്താവ് വരുന്നുണ്ടെന്നും വേണ്ട വിധത്തിൽ അറിയാതെ അനേകർ കൈവിടപ്പെട്ടു പോകും. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നാം പഠിക്കുന്നത്. നമ്മളെല്ലാവരും കർത്താവ് വരുമ്പോൾ കർത്താവിനോടൊപ്പം ചേരാനിരിക്കുന്നവരാണ്. അപ്പോൾ പുറപ്പെടുവിക്കുന്ന കർത്താവ് വരുമ്പോൾ ഉള്ള 3 ശബ്ദം ഏതൊക്കെയാ? നിയമ പറഞ്ഞേ. കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഈ 3 ശബ്ദമാണ് കർത്താവിങ്കിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഇത് 3ഉം കേൾക്കുന്നവർക്ക് ഇടർച്ചയുണ്ടാകുകയില്ല. എന്നാൽ ഈ 3 ശബ്ദവും എല്ലാവരും കേൾക്കുകയില്ല. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് കർത്താവിൻ്റെ ഗംഭീരനാദമാണ്. കർത്താവിൻ്റെ ശബ്ദം ഭയങ്കരമാണ്. കർത്താവിൻ്റെ ശബ്ദം കേട്ടാൽ ഒരു മനുഷ്യനും പിന്നെ ജീവനോടിരിക്കാൻ സാധിക്കാത്ത അത്ര ഭയങ്കരമായ ശബ്ദമാണ്. ആ ശബ്ദം പണ്ട് ഇസ്രായേൽ ജനം കേട്ടപ്പോൾ പറഞ്ഞ്, ഞങ്ങൾ മരിച്ചു പോകാതിരിക്കേണ്ടതിന് ഇനി ആ ശബ്ദം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ കർത്താവ് പലപ്പോഴും തയ്യാറാകാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, കർത്താവ് ശബ്ദിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ചെവി തുറന്നിരിക്കണം.
കർത്താവ് ചെവി തുറക്കണം. ആ ചെവി തുറക്കണമെങ്കിൽ നമ്മൾ അരിഷ്ടതയിൽ കൂടി കടന്നു പോകണം. അങ്ങനെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് വേണ്ടി മനുഷ്യൻ്റെ ചെവികളെ തുറക്കുന്നു. അപ്പോൾ വരുന്ന സമയത്ത് കർത്താവിൻ്റെ ശബ്ദത്തിങ്കൽ, കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നവൻ ചെവി തുറന്നവനായിരിക്കണം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ശബ്ദമാണ്. രണ്ടാമത്തെ ശബ്ദം എന്താ സ്റ്റീഫസേ? രണ്ടാമത്തെ ശബ്ദം എന്താ? രണ്ടാമത്തെ ശബ്ദം പറഞ്ഞേ. ഒന്നാമത്തെ ശബ്ദം ഏതാ? ഒന്നാമത്തെ ശബ്ദം കർത്താവിൻ്റെ ഗംഭീരനാദം. രണ്ടാമത്തെ ശബ്ദമോ? ഇല്ല, പ്രധാന ദൂതൻ്റെ ശബ്ദം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും. രണ്ടാമത്തെ ശബ്ദം ഏതാ പറഞ്ഞേ? പ്രധാന ദൂതൻ്റെ ശബ്ദം. പ്രധാന ദൂതൻ ആരാ? പ്രധാന ദൂതൻ ആരാ പറയാവോ? തീർച്ചയ്ക്ക് പറയാവോ? ആരാ പ്രധാന ദൂതൻ? പ്രധാന ദൂതൻ എന്ന് പറഞ്ഞാൽ ചീഫ്. നമ്മുടെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരാ? അല്ലെങ്കിൽ പട്ടാള മേധാവി ആരാ? അങ്ങനെ ഒരാളുണ്ട്. ഇതുപോലെ ദൈവവും ദൂതന്മാരുമായിട്ടുള്ള ബന്ധം എന്താ? 103 സങ്കീർത്തനം 20 വാക്യം വായിക്കും. 103 സങ്കീർത്തനം 20 വാക്യം പിള്ളേരൊന്ന് എടുക്കട്ടെ പോളെ. 103 സങ്കീർത്തനം 20 വാക്യം. വേഗം എടുത്ത് വായിക്കും. വായിച്ചോ? എടുത്തില്ലേ? പോള് വായിക്കും. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അപ്പോൾ ദൈവം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നിവർത്തിക്കുന്നതാണ് ആര്? ദൂതന്മാർ. ദൈവം കൽപ്പിക്കുന്നത് നിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരാണ് ദൂതന്മാർ. അപ്പോൾ ദൈവം ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് വന്ന് ഭൂമിയിൽ അത് നിവർത്തിക്കും. യേശുവിൻ്റെ അമ്മ മറിയ ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു എന്ന കുഞ്ഞ് മറിയയ്ക്ക് ജനിക്കുമെന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. ദൈവം പറഞ്ഞ് ഒരു ദൂതനോട് പറഞ്ഞു, നീ ചെന്ന് മറിയയോട് പറയണം, നിനക്ക് ഒരു ശിശു ജനിക്കും, അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു വിട്ടതാരാ? ദൈവം. ആരോട് പറയാൻ പറഞ്ഞു? മറിയയോട്. ഈ ദൂത് കേട്ടുകൊണ്ട് വന്നത് ആരാന്നറിയാവോ? പറയാവോ? അമ്മ മറിയയോട് ദൂത് പറഞ്ഞത് ആരാന്നറിയാവോ? ലൂക്കോസിന്റെ സുവിശേഷം. നിങ്ങൾ വചനം വായിക്കുന്നില്ല, അതുകൊണ്ടാണ് ഒരു ഗന്ധവും ഇതിനകത്തേക്ക് ഇല്ലാത്തത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 വാക്യം. തിർസ വായിച്ചേ, അല്ലെങ്കിൽ പ്രത്യാശ വായിച്ചേ.
മലയാളം വായിക്കാൻ അറിയില്ലേ? എന്നാ ഇംഗ്ലീഷ് വായിച്ചോ. പോള് ഇവിടെ വന്നിട്ട് ഇനി ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ് 1:26 വായിച്ചേ. അതിന് ഇംഗ്ലീഷ് ഉണ്ടാവില്ല. ലൂക്കോസ് 1:26. ജോസഫ്. അപ്പോ ഈ ദൂതുമായിട്ട് അയച്ചതാരാ? ദൈവം. ആ ദൂതൻ അയച്ച ദൂതന്റെ പേരെന്താ? ഗബ്രിയേൽ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഗബ്രിയേൽ എന്ന ദൂതനെയാണ് അയച്ചത്. അപ്പൊ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടെങ്കിൽ ദൈവം ആരെ അയക്കുന്നേ? ദൂതനെ അയക്കും. ഈ ദൂതന്മാരിൽ ഏറ്റവും പ്രധാനി ആരാന്നറിയാവോ? പ്രധാന ദൂതൻ ആരാന്നറിയാവോ? ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? യൂദായുടെ ലേഖനം ജൂഡ് 9 ജൂഡ്. വേഴ്സ് 9. ജൂഡ് വേഴ്സ് 9 എടുത്തോ. ഇല്ല, അടച്ചേക്കുക, കുറ്റിയിട്ടേക്കുക, അപ്പുറത്ത്. എടുത്ത് വായിച്ചോ. ജൂഡ് വേഴ്സ് 9. അല്ലല്ല, ഇതെവിടെയാ? ജൂഡ് റെവലേഷന് മുമ്പ്. ജൂഡ് 9 വേഴ്സ് 9. ഒറ്റ അധ്യായം ഉള്ളത്. വായിച്ചോ. കൊച്ചിനെടുത്തോ. വായിച്ചോ. കിട്ടിയില്ല അല്ലേ? വായിച്ചു. ബട്ട് ഈവൻ ആർച്ചേഞ്ചൽ, അതായത് പ്രധാന ദൂതൻ എന്നുള്ളതിന് അവിടെ കൊടുത്തിരിക്കുന്ന ആർച്ചേഞ്ചൽ എന്നാ. ആർച്ചേഞ്ചൽ ആരാ? മീഖായേൽ. അപ്പോ മറിയയ്ക്ക് ദൂത് കൊണ്ടുവന്ന ആരാ? മറിയയുടെ അടുത്ത് വന്നതാ ആദ്യം വായിച്ചത്. ആദ്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചത് ആരാണ്? ഗബ്രിയേൽ. ഇപ്പൊ ഏറ്റവും പ്രധാന ദൂതൻ ആരാ? മീഖായേൽ. അത് എപ്പോഴും മാറി തെറ്റിപ്പോകാതെ പഠിച്ചോളണം. ഏറ്റവും ദൈവത്തിന് എത്രയായിരം ദൂതന്മാരുണ്ടെന്നറിയാവോ? അനേകായിരം ദൂതന്മാരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ദൂതനാണ് ആര്? എപ്പോഴും മറന്നുപോകരുത്, മീഖായേൽ. കണ്ടോ? അങ്ങനെ പഠിക്കണം. അപ്പൊ മീഖായേൽ കർത്താവിന്റെ വരവെങ്കിൽ ഒന്നാമത്തെ ശബ്ദം ഏതാ? മറന്നുപോയി. കർത്താവിന്റെ ഗംഭീരനാദം. രണ്ടാമത്തെ ശബ്ദമാണ് ഇത്? പ്രധാന ദൂതന്റെ ശബ്ദം. പ്രധാന ദൂതൻ ആരാ? മീഖായേൽ. അപ്പൊ മീഖായേൽ അവിടുന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പൊ കർത്താവ് ശബ്ദിക്കുന്നതോടൊപ്പം മീഖായേലും ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ഈ മീഖായേൽ ശബ്ദിക്കുന്നത് ആര് കേൾക്കാനാ?
അല്ല, ഇവിടുത്തെ സർവ്വസൈന്യാധിപൻ അല്ലെങ്കിൽ പോലീസിന്റെ ഹെഡായിട്ടിരിക്കുന്ന ആള്, അയാൾ ആരോടാ സംസാരിക്കണേ? നാളെ എറണാകുളത്ത് എല്ലാ പോലീസുകാരും ഒരുങ്ങിയിരിക്കണം എന്ന് പറയുന്നത് ആരോടാ പറയണേ? തൻ്റെ കീഴിലുള്ള പോലീസുകാരോടും പട്ടാളക്കാരോടുമാണ്. ഇതുപോലെ പ്രധാന ദൂതനായ മീഖായേൽ ശബ്ദിക്കുന്നത് ആരോടാ? മീഖായേലിന്റെ കീഴിലുള്ള ദൂതന്മാരോടാണ്. എല്ലാ ദൂതന്മാരും ആരുടെ കീഴിലാ? മീഖായേലിന്റെ കീഴിലാണ്. അപ്പൊ മീഖായേൽ ശബ്ദിക്കുന്നത് എന്തിനാണ്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമുക്ക് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. ഹീബ്രു ചാപ്റ്റർ 1 വേഴ്സ് 13-19. ഇംഗ്ലീഷ് എടുക്കാൻ അവിടെ ആരാ ഉള്ളത്? വേഗം എടുത്ത് വായിക്കണം. അത് ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ സമയം അങ്ങ് പോവില്ലേ? ഹീബ്രു ചാപ്റ്റർ 1 വേഴ്സ് 13. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? അപ്പോൾ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഒരാള് കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് ദൈവസഭയിലേക്ക് വരുമ്പോൾ ദൈവം അവർക്ക് സംരക്ഷണത്തിനായിട്ട്, അവരുടെ സേഫ്റ്റിക്കായിട്ട്, അവരെ നോക്കേണ്ടതിന് വേണ്ടിയിട്ട് ദൂതന്മാരെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പേരുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ സൂക്ഷിക്കാനായിട്ട് ദൈവം ദൂതന്മാരെ കൽപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ദൂരെ പോയിരിക്കുന്ന അമ്മയ്ക്കുണ്ട് ദൂതന്മാർ. ഇംഗ്ലണ്ടിലാണ് പോയിരിക്കുന്നതെങ്കിലും അവിടെ ദൈവം ദൂതന്മാരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൂതന്മാരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ദൂതനല്ല, പിന്നെയോ തിർസയ്ക്ക് ഉണ്ട്, അതുപോലെ പ്രത്യാശനുണ്ട്, സീഫസിനുണ്ട്, ലെനിക്കുണ്ട്, പോളിനുണ്ട്. എല്ലാവർക്കും വിശ്വാസിയാണോ അവർക്ക് ദൈവം ദൂതന്മാരെ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരെ ഒരു ദോഷവും തട്ടാതെ വണ്ണം സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ഇവനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദൂതന്മാരെ ഏൽപ്പിച്ചതിന് ശേഷം ദൂതന്മാരോട് പറയുകയാണ്, ഇവൻ്റെ കാല് കല്ലിന്മേൽ തട്ടരുത്. നമ്മൾ പോകുമ്പോൾ കാല് തട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ നടന്നു പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ വീട്ടിനകത്തോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ദൈവമക്കൾ ഓടുമ്പോൾ കാല് തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ദൂതന്മാർ ഭയപ്പെട്ടു പോകും. കാരണം
ദൂതന്മാരെ ഏൽപ്പിച്ചതാണ്. ഇവരുടെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകരുതെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ്. അതാണ്. അപ്പം നമ്മുടെ മുഴുവൻ സംരക്ഷണവും നമ്മെ ഒരാൾ ഉപദ്രവിക്കാതെ, നമ്മ അപകടപ്പെട്ടു പോകാതെ, അസ്ഥി ഒടിയാതെ, കാല് കല്ലിന്മേൽ തട്ടാതെ, നമുക്ക് നഷ്ടം വരാതെ, കഷ്ടം വരാതെ എല്ലാറ്റിനും നമുക്ക് കർത്താവ് ദൂതന്മാരെ തന്നിട്ടുണ്ട്. ഈ ദൂതന്മാർ നമ്മോട് കൂടെ നടന്നതിന് ശേഷം നമ്മുടെ സ്വഭാവം അപ്പോഴപ്പോൾ അവിടെ അറിയിക്കും. എവിടെ അറിയിക്കും? ദൈവത്തിൻ്റെ അടുക്കൽ പോയി അറിയിക്കും. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് സീഫസ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് നയമ എങ്ങനെയുണ്ടായിരുന്നു ജീവിതം എന്ന് ചോദിക്കുമ്പോൾ ദൂതൻ അവിടെ പറയും, കുഴപ്പമൊന്നുമില്ല, ഇന്ന് പ്രാർത്ഥിച്ചു, വചനം വായിച്ചു, ആരാധിച്ചു, പഠിക്കാനൊക്കെ പോയിട്ട് അതിലും എല്ലാ പഠിത്തത്തിലുമൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് ദൈവത്തിന് മുമ്പാകെ പറയും. ഇനി മനഃപൂർവ്വം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, നമ്മളൊരു നുണ പറഞ്ഞെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ അരുതാത്തൊരു കാര്യം ചെയ്തെന്നിരിക്കട്ടെ, ദൈവത്തിനടുക്കൽ ദൂതന്മാർ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? നിന്നെ ഏൽപ്പിച്ച ആൾ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇന്നലെ ഒരു നുണ പറഞ്ഞു. ഇന്നലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനൊരു നുണ പറഞ്ഞു. ഇതൊരു പ്രാവശ്യമല്ല, ഇപ്പോൾ 2-3 പ്രാവശ്യമായി. അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ നോക്കാം, ഉപദേശിക്കാം, അവന് തോന്നിക്കാം നുണ പറയാതിരിക്കാൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വിചാരിക്കും നമ്മളോട് കൂടെ ആരുമില്ല, നമ്മൾ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല എന്ന്. പക്ഷെ വചനം പറയുന്നത് എന്താ? മത്തായി സുവിശേഷം 18:11 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? 18:11 വായിച്ച്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അതിൻ്റെ 17-10 വായിക്കും. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ ചെറിയവരിൽ. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യമില്ലാത്തവരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്, വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ സഭയിലും ദൈവത്തിൻ്റെ മക്കളായിട്ട് വരുമ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും, ഇവന് അവനെ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും അവനോട് ധിക്കരിച്ച് വർത്താനം പറയും. അപ്പോൾ ഇപ്പം ഞാൻ പോളിനോട് ധിക്കരിച്ച് ദേഷ്യപ്പെട്ട് പോളിനെ കളിയാക്കി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോള് പാവാ, അത് കേൾക്കും, എന്തെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ പോളിനോട് കൂടെ ആരുണ്ട്? പറ. പോളിനോട് കൂടെ ദൂതന്മാരുണ്ട്. അപ്പം ഞാൻ പോളിനെ കളിയാക്കിയത് ആര് കേട്ട്? ദൂതന്മാർ കേട്ട്. ദൂതന്മാർ ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മേളിലേക്ക് നോക്കും. മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മേളിലേക്ക് നോക്കിയപ്പോൾ എന്ത് കാണാനുണ്ട്? ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ വാർക്ക കെട്ടണം, ഫാൻ, ഇതൊക്കെ കാണാനുള്ളത്. പക്ഷെ എന്നോട് കൂടെയുള്ള ദൂതൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണും? സ്വർഗവും സ്വർഗാതിസ്വർഗവും അതിൽ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നതും അവന് കാണാം. ആർക്ക് കാണാം? ദൂതന് കാണാം. അപ്പം ഞാൻ സീഫസിനോട് പറഞ്ഞ് നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ട് സീഫസ് വെറും മണ്ടനാന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. സീഫസ് ഒന്നും മിണ്ടിയില്ല. പക്ഷെ ആര് കേട്ട്?
സീഫസിനോട് കൂടെയുള്ള ദൂതൻ കേട്ട് ദൂതൻ അപ്പം തന്നെ എങ്ങോട്ട് നോക്കി? മേളിലേക്ക് നോക്കി. മേളിലേക്ക് നോക്കിയപ്പോൾ കർത്താവ് ദൂതനോട് ചോദിച്ചു, എന്താ വിഷയം, എന്താ കാര്യം? അപ്പോ ദൂതൻ പറഞ്ഞ്, എന്നെ ഏൽപ്പിച്ച ആളെ ഇന്ന് അവിടെ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാള് ധിക്കരിക്കുകയും കളിയാക്കുകയും ചെയ്തു എന്ന് ദൂതൻ പറയും. അപ്പൊ തന്നെ ദൈവം കുറിച്ചിട്ടതിന് ശേഷം കളിയാക്കിയ എനിക്ക് തന്നിരിക്കുന്ന ദൂതന്മാരോട് ചോദിക്കും, ഇന്ന് എന്താ സംഭവിച്ചേ? ഒരു പാവപ്പെട്ടവനെ കളിയാക്കിയല്ലോ, നിന്നെ നോക്കാൻ ഏൽപ്പിച്ച ആളെന്ന് മറ്റൊരാളെ കളിയാക്കിയല്ലോ എന്ന് പറയുമ്പോ ശരിയാ, കളിയാക്കി. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അവനൊന്ന് ശാസിച്ച് ഉപദേശിച്ച് നിർത്താം, ഇനി ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ വയ്ക്കും. പിന്നെയും അടുത്ത ദിവസവും സീഫസ് വരുമ്പോൾ സീഫസിന്റെ പുറത്തേക്കാ. കാര്യമില്ലാതെ വഴക്ക് പറയുക, ശാസിക്കുക, മാനിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിന് സമയമുണ്ട്. 2 or 3 വട്ടം ദൈവം അരുളി ചെയ്യുന്നു. അവസാനം ഇത് തുടർച്ചയായി കഴിഞ്ഞപ്പോ സീഫസിന്റെ ദൂതൻ മേളിലേക്ക് നോക്കി. കർത്താവ് ചോദിച്ചു, എന്താ കാര്യം? ഇപ്പോ സീഫസിനെ ഒരുപാട് ഉപദ്രവിച്ച ആ മനുഷ്യൻ, ആ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ ആൾ ഒരുപാട് ഉപദ്രവിച്ച്. ഉടനെ തന്നെ എനിക്ക് സേവയ്ക്കായി തന്നിരിക്കുന്ന ദൂതന്മാരോട് ചോദിച്ച്, ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, അവന് മാറ്റമൊന്നുമില്ലേ? മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിന് ന്യായം വിധിക്കണം. അപ്പോ സ്വർഗം ഒരു ന്യായവിധി അയക്കും. ന്യായവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സങ്കടപ്പെട്ട് കരയുന്ന തരത്തിൽ ഒരു വിഷയം എൻ്റെ ജീവിതത്തിൽ വരും. ഞാൻ കർത്താവിൻ്റെ അടുക്കലേക്ക് താഴ്ത്തി എൻ്റെ തെറ്റൊക്കെ പരിശോധിച്ചു നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി, നീ നിൻ്റെ ആ കുഞ്ഞിനോട്, ആ സഹോദരനോട് ചെയ്ത തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഞാൻ സീഫസിൻ്റെ അടുത്ത് വന്ന്, മോനെ, ഞാനത് പറയരുതായിരുന്നു, നിനക്ക് വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റാ, അങ്ങനെ പറഞ്ഞ് അങ്ങ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സീഫസിൻ്റെ അവിടെയുള്ള ദൂതൻ മേളിലേക്ക് നോക്കി. അപ്പോൾ കർത്താവ് ചോദിച്ച്, എന്താ? ഇന്ന് വലിയൊരു ക്രമീകരണം നടന്നു. ആ കർത്താവിൻ്റെ ദാസൻ സീഫസിനോട് വന്ന് സോറി പറഞ്ഞ് അവർ തമ്മിൽ സ്നേഹത്തിലായി. വളരെ മാറ്റമുണ്ട്. ഉടനെ തന്നെ സ്വർഗം എന്നോട് കൂടെയുള്ള ദൂതനോടും പറഞ്ഞു, കാര്യങ്ങൾ ക്രമീകരിച്ചു. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഒന്നാമത് തന്നെ ഇതൊക്കെ വചനപ്രകാരം നമുക്കൊന്ന് ചിന്തിക്കണം. ഇതോടുകൂടി ചിന്തിക്കുക. ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്, നീ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുപോയി. നമ്മൾ ഒരു സഹോദരനോടും അവനെ ചെറിയവനായിട്ടോ അവനെ കൊള്ളരുതാത്തവനായിട്ടോ കുറഞ്ഞവനായിട്ടോ കാണരുത്. കാരണം അവനോട് കൂടെ ആരുണ്ട്? ദൂതന്മാരുണ്ട്. ആ ദൂതന്മാര് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് നോക്കി പറയും. കാര്യം ഗൗരവമാണെങ്കിൽ ശിക്ഷ വരും. ഇതുപോലെ ഒരു മനുഷ്യനായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. നെബൂഖദ്നേസർ രാജാവ് എന്ന് കേട്ടിട്ടുണ്ടോ?
ബാബേലിലെ രാജാവാ. ദൈവം സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാ. ഇവൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ. ഒരു സമയം വന്നപ്പോഴേക്കും ഇവൻ്റെ ഹൃദയം അങ്ങോട്ട് അഹങ്കാരം പെരുത്ത്. അഹങ്കാരമായപ്പോഴേക്കും ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇവൻ്റെ അഹങ്കാരം സ്വർഗത്തിലെത്തി. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അഹങ്കാരം അനുഭവിച്ചവർ അവരുടെ ദൂതന്മാർ മുകളിലേക്ക് നോക്കി. കർത്താവ് അവരോട് ചോദിച്ചു, എന്താ വിഷയം? അയ്യോ, ഈ മനുഷ്യൻ്റെ അഹങ്കാരം കൊണ്ട് ഒരു രക്ഷയില്ല, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇത് ഓഫായി പോയി ഇല്ല അല്ലേ? എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ. ദുരിതം നിറയും മരുവിലെ ദുരിതം നിറയും മരുവിലെ വാസത്താൽ എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മന്നീലൻ ആശ്വാസമായി എനിക്ക്, മന്നീലൻ ആശ്വാസമായി. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മന്നീലൻ ആശ്വാസമായി എനിക്ക്, മന്നീലൻ ആശ്വാസമായി. എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ. അപ്പോൾ നമ്മൾ ആരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ? നെബൂഖദ്നേസർ രാജാവിൻ്റെ കാര്യമാണ്. ഇദ്ദേഹത്തിന് അഹങ്കാരം വർദ്ധിച്ചപ്പോൾ ഒരു രക്ഷയുമില്ല, ഇവൻ്റെ അഹങ്കാരം കൊണ്ട് ഒരു നിവൃത്തിയില്ല എന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു. സ്വർഗം ഒരു നെബൂഖദ്നേസറിനെ, ഈ രാജാവിനെ സംരക്ഷിക്കാൻ കൊടുത്ത ദൂതന്മാരുണ്ട്. അവരോട് ചോദിച്ചു, എന്താ പ്രശ്നം? നിങ്ങളെ ഏൽപ്പിച്ച ആൾക്ക് ഭയങ്കര അഹങ്കാരാന്ന് കേട്ടല്ലോ, എന്താണ്? അവിടെ മറ്റുള്ളവർക്ക് ഈ അഹങ്കാരം കൊണ്ട് നിവൃത്തിയില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ? അപ്പൊ ദൂതന്മാർ പറഞ്ഞ്, ശരിയാ, കേട്ടത് ശരിയാ, കർത്താവിൻ്റെ അടുക്കൽ വന്ന പരാതി ശരിയാ, അവൻ അഹങ്കാരം കൊണ്ട് ഒരു രക്ഷയില്ല. എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്താൽ മതി, അവനൊരു 7 വർഷത്തേക്കുണ്ടല്ലോ, ആള് കുഴപ്പമൊന്നുമില്ല, അവനെ ശരിക്ക് ശിക്ഷിച്ച് ശാസിച്ച് കൊണ്ടുവരുന്ന ആള് നന്നായി വരും, നല്ല മനുഷ്യനാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇച്ചിരി ഇപ്പം അഹങ്കാരം കൂടുതലാ, അതൊന്ന് പോകാൻ ഒരു ശിക്ഷിക്കണം. എങ്ങനെ ശിക്ഷിക്കണം? ഒരു 7 വർഷത്തേക്ക് മൃഗപ്രായനാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധിയും അവൻ്റെ സാഹചര്യമൊക്കെ വല്ലാത്തൊരവസ്ഥയിലാക്കണം. സ്വർഗം തീരുമാനിച്ച് ചിന്തിച്ച് ദൂതന്മാരും വിശുദ്ധന്മാർ ഒക്കെ, സ്വർഗീയ ദൂതന്മാരെല്ലാവരും കൂടി ചിന്തിച്ച് എന്താ വേണ്ടേ? ശരി, സംഗതി അത് ശരിയാ, കർത്താവിനും തോന്നി, നമുക്കത് അങ്ങനെ ചെയ്യാം. അങ്ങനെ സ്വർഗത്തിൽ നിന്നൊരു വിധി വന്നു, 7 വർഷത്തേക്ക്
ഇവനെ മൃഗപ്രായനാക്കാൻ. അടുത്ത ദിവസം മുതൽ നെബൂഖദ്നേസർ രാജാവിന് സുബോധമില്ല. അവൻ കട്ടിലേ കിടക്കില്ല, നിലത്തിറങ്ങി കിടക്കുക. മൃഗങ്ങളോടുകൂടെ. മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അകൽച്ചയാ, മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പോയി ചെന്ന് കൂടും. നല്ല വീഞ്ഞും നല്ല ഭക്ഷണ കാര്യങ്ങളൊന്നും താല്പര്യമില്ല. മൃഗങ്ങൾ കുടിക്കുന്ന പിന്നെ പിണ്ണാക്കും അങ്ങനെയൊക്കെ ഉള്ള വെള്ളമാണെങ്കിൽ അത് വലിയ ഇഷ്ടമാണ്. നഖമൊക്കെ വളർന്ന് മുടിയൊക്കെ വളർന്ന് ഒരു പ്രത്യേക വിരൂപമായി. അപ്പോൾ രാജധാനിയിലുള്ളവരെല്ലാവരും പറഞ്ഞ് രാജാവിന് സുബോധമറ്റുപോയ ഒരവസ്ഥയാണ്, അവനെ ഒറ്റയ്ക്ക് എവിടെയും കൊണ്ട് പാർപ്പിക്കണം. അങ്ങനെ ഒരു ഏകാന്ത സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങ് പാർപ്പിച്ചു. ആരാന്ന് ഓർക്കണം, അന്ന് നെബൂഖദ്നേസർ രാജാവിനേക്കാളും വലിയ രാജാവില്ല, അത്ര വലിയൊരു രാജാവാ. അവനെ കൊണ്ടുപോയി, അവന് ഇന്ന് കാളയും ആടും പശുവൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തോടാണ് താല്പര്യം. മനുഷ്യരോട് സംസർഗവും ഇല്ല, മൃഗങ്ങളുടെ സ്വഭാവം, ആരോടും മിണ്ടാട്ടവും ഇല്ല. ഇങ്ങനെ 7 വർഷം അങ്ങനെ കഴിഞ്ഞു. ഒറ്റപ്പെട്ട് ഏകാന്തമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചേക്കുക. 7 വർഷം കഴിഞ്ഞപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത്, ആര്? നെബൂഖദ്നേസർ രാജാവ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത്, ഞാൻ ആരായിട്ടിരുന്നവനാ, എന്നേക്കാളും വലിയൊരു രാജാവ് ഭൂമിയിലില്ലായിരുന്നു, എന്നോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു, എനിക്കുള്ള ധനവും എനിക്കുള്ള മാനവും വേറെ ആർക്കുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇങ്ങനെ ചിന്തിച്ച് എന്നിട്ട് പറഞ്ഞ്, ആരെത്ര മിടുക്കനായാലും എത്ര ശ്രേഷ്ഠനായാലും ദൈവമാണ് എല്ലാറ്റിലും വലിയവൻ. ഒരു മനുഷ്യനും അവൻ്റെ മുമ്പാകെ വലിയവനല്ല. ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിച്ചില്ലെങ്കിൽ അവനൊന്നുമില്ല എന്നിങ്ങനെ ചിന്തിച്ച്, ഇങ്ങനെ ചിന്തിച്ച് തീരുമാനിച്ചപ്പോൾ തന്നെ ആ പഴയ മുഖപ്രകാശം അങ്ങ് വന്നു. ആ പഴയ ഗാംഭീര്യം വന്ന്. അത് മാത്രമല്ല, അവനെ അന്വേഷിച്ച് അപ്പുറത്തൊക്കെ മറ്റു രാജാക്കന്മാർ വന്ന്, വേണ്ടപ്പെട്ടവർ വന്ന്, എന്തു പറ്റി, എന്നെ പറ്റി, എത്ര നാളായി ഇങ്ങനെ, എന്നെ പറ്റി, അസുഖമൊക്കെ എങ്ങനെയുണ്ട്? 4 വയസ്സത്തുനിന്ന് ആളുകൾ വന്ന് സ്വഭാവമൊക്കെ മാറി, ബുദ്ധിയൊക്കെ മടങ്ങി വന്ന്, ഇന്ന് മൃഗങ്ങളോടൊന്നും കൂടെ ഇല്ല, എല്ലാം മാറി ഇതായി. ഏത് കാര്യം പറയുമ്പോഴും ഇപ്പൊ ദൈവഭയം. പണ്ടുണ്ടായിരുന്നില്ല, പണ്ട് അഹങ്കാരമാണ്. ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും ദൈവഭയം. ദൈവത്തെ ഭയത്തെ വിട്ടിട്ട് ഒരു കാര്യം ചെയ്യില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് 7 വർഷം കൊണ്ട് കൊണ്ടുവന്നു. സ്വർഗ ദൂതന്മാരോട് ചോദിച്ചു. ആരോട്? ദൂതന്മാരോട്, നെബൂഖദ്നേസറിന്റെ ദൂതന്മാരോട് കർത്താവ് ചോദിച്ചു, ഇന്നിപ്പോ നിങ്ങളെ നോക്കാൻ ഏൽപ്പിച്ച ആൾ എങ്ങനെയുണ്ട് 7 വർഷം കഴിഞ്ഞിട്ട്? നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. ഇന്ന് അവൻ എന്ത് സംസാരിച്ചാലും ദൈവത്തിന് മഹത്വം കൊടുത്തേ സംസാരിക്കൂ. അഹങ്കാരം എന്ന് പറയുന്നത് ആ മനുഷ്യനില്ല. അത്ര യോഗ്യനായ ഒരു മനുഷ്യനാണ്. ആരാ? ദൂതൻ പറയുക. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാവോ? നമുക്കറിയാൻ പാടില്ല. നമ്മൾ വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴും, വല്ലതും പറയുമ്പോഴും, വല്ലതും പ്രവർത്തിക്കുമ്പോഴും അപ്പൊ തന്നെ ഈ ദൂതന്മാർ മേളിലേക്ക് നോക്കി പറയുന്നുണ്ട്, ഈ ആള് വഴിതെറ്റിയാ പോകുന്നേ, ശരിയല്ല ആള്. അപ്പോ കർത്താവ് ചോദിക്കും, എന്ത് ചെയ്യണം? അപ്പൊ അവനെപ്പോ എന്താ ചെയ്യണ്ടേ? അവൻ ഒന്നുകിൽ നല്ല ഒരു മരണഭീതി വരുന്ന ഒരു രോഗം വന്നാൽ മതി,
ഒരു ക്യാൻസർ അങ്ങ് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ഒതുങ്ങും. ഇല്ല എങ്കിൽ അവൻ ഏതെങ്കിലും നല്ലൊരു കടബാധ്യത വന്നാൽ മതി, അവൻ ഒതുങ്ങും. ഏതെങ്കിലും ഇങ്ങനെ ദൂതൻ പറയും, അങ്ങനെ നമുക്ക് അതായിരിക്കും. അപ്പം നമ്മൾ വരിക. അപ്പം ദൂതന്മാരെ പ്രവർത്തനം മനസ്സിലായ ദൂതന്മാരുടെ പ്രവർത്തനം. അപ്പം നമ്മളെ സംബന്ധിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യനെയും തുച്ഛീകരിക്കരുത്. കാരണം അവർക്ക് ആരുണ്ട്? ദൂതന്മാരുണ്ട്. ആരെയെങ്കിലും ഇപ്പം ഞാൻ ഇപ്പോൾ ഈ പോളിനോട് ഒരടിയാൻ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ആരും ഒന്നും പറയില്ല. പക്ഷെ അപ്പോൾ തന്നെ അത് അവൻ്റെ ദൂതന്മാർ കാണും. ദൂതൻ മേളിലേക്ക് നോക്കും. കർത്താവ് ചോദിക്കും, എന്ത് പറ്റി? ഒരു കാര്യമില്ലാതെ ഇന്ന് പോളിനെ അടിച്ചു. അതിന് പ്രതികാരം ചോദിക്കും, സ്വർഗം പ്രതികാരം ചോദിക്കും. അത് ഒരു മനുഷ്യനെയും മലിനായിട്ടെണ്ണരുത്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചത് 18:10 മത്തായി എഴുതി. നിങ്ങൾ ഇത് കഴിഞ്ഞാലും ഈ വാക്യങ്ങൾ നമ്മൾ റെഫർ ചെയ്ത് വായിച്ച് പഠിച്ചോളണം. 18:10 മത്തായി 18:10. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. ഇവരുടെ ദൂതന്മാർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിങ്ങനെ സംഭാഷണം നടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും ആരും കണ്ടില്ല എന്ന്. പക്ഷെ കൂടെയുള്ള ദൂതൻ അപ്പം തന്നെ സ്വർഗമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. എന്ത് കണ്ടോ? ഒത്തിരി പൈസ കിട്ടിയപ്പോഴത്തേക്കും അവൻ്റെ അഹങ്കാരം കണ്ടോ? ഉടനെ തന്നെ സ്വർഗം അവൻ്റെ അഹങ്കാരം പോകാൻ എന്ത് ചെയ്യണം? അഹങ്കാരം പോകാനൊന്നും വേണ്ട, പൈസ ഇപ്പം കൈ കിട്ടരുത്. അത് തന്നെ അവന് വലിയൊരു നഷ്ടം വരണം. അടുത്ത പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിൽ പൈസ ഉണ്ടായിരുന്നതും പോയി, കടമായി, കടബാധ്യതയായി, നിൽക്കാൻ നിവൃത്തിയില്ലാതെയായി. വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ താഴ്മയോടെ നടക്കുന്നുവെങ്കിൽ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്തവനാ ദൈവം. നേര് വിടുമ്പോഴായി ഈ പ്രശ്നം. ഇനി നമുക്ക് ആ നെബൂഖദ്നേസറിന് സംഭവിച്ച കാര്യം നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിനെ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പന. അപ്പോൾ ഈ വിധി ആര് നിർണയിച്ചതാ? ദൂതന്മാർ നിർണയിച്ചതാ. അപ്പം നമ്മോട് കൂടെയുള്ള ദൂതന്മാർക്കറിയാം നമ്മൾ എങ്ങനെ നന്നാവുന്നതെന്ന്. ഇവൻ ഇപ്പം എന്ത് ചെയ്യണം? ഇപ്പം അങ്ങ് പോയി കഴിഞ്ഞാൽ അവന് ഒരടി കൊണ്ടു കഴിഞ്ഞാൽ അവൻ നന്നാവും എന്ന് ദൂതനറിയാം. അപ്പോൾ ദൂതൻ അവിടെ പറയും, ഇപ്പോൾ അവൻ്റെ 2 അടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നന്നാവും എന്ന് പറയും. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ 2 അടി കിട്ടിയതുപോലെ ഒരു അനുഭവം നമുക്കുണ്ടാവും. കർത്താവിന് സ്തോത്രം. എന്നിട്ട് 29-ാം വാക്യം 29-ാം വാക്യം. 12 മാസം കഴിഞ്ഞിട്ട് രാജാവ് പറഞ്ഞതെന്നറിയാം. നെബൂഖദ്നേസർ രാജാവ് പറയുക, എൻ്റെ ധനമാഹാത്മ്യത്തിനായി, കാരണം ഒരുപാട് പണമുണ്ടേ, എൻ്റെ ധനമാഹാത്മ്യത്തിനായി ഞാൻ പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് പറഞ്ഞു തുടങ്ങി. രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം ഉണ്ടായതെന്നാണ്,
നെബൂഖദ്നേസർ രാജാവേ, ഇത് നിന്നോട് കൽപ്പിക്കുന്നു, രാജ്യത്ത് നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടിയായിരിക്കും. നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു നീ അറിയുന്നവരെ നിനക്ക് 7 കാലം കഴിയും. അത് 7 കാലം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. 7 വർഷം കഴിയും. ഇത് പറഞ്ഞ ഉടനെ ആ വാക്ക് നെബൂഖദ്നേസർ നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. 7 വർഷം ഒരു ചക്രവർത്തി പദത്തിലിരിക്കുന്ന രാജാവിന് സംഭവിച്ചതാ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം എപ്പോഴും ദൈവഭയത്തിലായിരിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധത്തിൽ, ദൈവഭയത്തിൽ നമ്മൾ എപ്പോഴും ആയിരുന്നാൽ നമുക്കെതിരെ വരുന്ന ഒരായുധവും ഭരിക്കില്ല. കർത്താവിന് സ്തോത്രം. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും മടങ്ങി വന്നു, ഞാൻ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി. അപ്പോൾ ദൂതന്മാരുടെ പ്രവർത്തനം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും. അപ്പം ഇങ്ങനെ നമ്മെ ദൈവം ദൂതന്മാരെ അയച്ച് തെറ്റ് തിരുത്തി ആവശ്യങ്ങൾ നിറവേറ്റി കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതെ വേണ്ടതെല്ലാം നൽകി നടത്തിക്കൊണ്ട് പോവുക. ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് വളർച്ച ആകുന്ന ഒരു സമയമുണ്ട്. അത് കർത്താവിൻ്റെ വരവിൻ്റെ ആ സമയമാകുമ്പോഴേക്കും വളർച്ച പ്രാപിച്ച് നിൽക്കുക. അപ്പോഴാണ് പ്രധാന ദൂതൻ ശബ്ദിക്കുന്നത്. പ്രധാന ദൂതൻ ആരാ? മീഖായേൽ അവിടെ നിന്നൊരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. ആരോടാ? നമ്മോട് കൂടെയുള്ള ദൂതന്മാരോട്. എന്തിന്? നിങ്ങളെ നോക്കാൻ ഏൽപ്പിച്ച ആളെ സ്വർഗം എടുക്കാൻ പോവാ. വേഗം അവനെ ഒരുക്കിക്കൊള്ളാൻ. അങ്ങനെ ദൈവത്തിൻ്റെ ദൂതന്മാര് തനിക്കുള്ളവരെ ഉണർത്തി, വേഗം എഴുന്നേൽക്ക്, ദേ ഇപ്പോൾ കർത്താവ് വരും. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ പെട്ടെന്ന് വന്നപ്പോൾ അമേരിക്കയിലൊക്കെ പ്ലെയിനിന് 2 പൈലറ്റുമാരെ വെക്കണേ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ദൈവത്തിന് അബദ്ധം പറ്റിയാലോ എന്നുള്ള. എന്താ പറയുന്നതെന്ന് അറിയാവോ? എന്താ അവർ പറയുന്നതെന്ന് അറിയില്ല. ഇതിനൊരു പിഴവൊന്നുമില്ല. കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുന്നവനായിരിക്കും. രണ്ടാമത് കൂടെയുള്ള ദൂതൻ വളർത്തി കുറ്റം തീർത്ത് കൊണ്ടുവരുന്നവനായിരിക്കും. മറ്റൊരു വിഷയവും കൂടെ ഉണ്ട്. എന്നറിയാമോ? ഈ തന്ന ദൂതന്മാര് ഇവൻ പഠിച്ചു കഴിയുമ്പോൾ ദൈവം പരീക്ഷ അനുവദിക്കും. പരീക്ഷ അനുവദിച്ചു കഴിയുമ്പോഴേക്കും ചിലർ പരീക്ഷ തോറ്റുപോകും. പരീക്ഷിക്കാനായിട്ട് വരുമ്പോൾ ഈ ദൂതന്മാർ മാറി നിൽക്കും. പരീക്ഷ ജയിച്ചാൽ വീണ്ടും ഈ ദൂതൻ അടുത്ത് വരും. പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ദൂതൻ അടുത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ശത്രു അവകാശം പറയുന്നു. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവന്റെ മഹത്വത്തെയും കാണിച്ചു. പിശാച് യേശുവിനോട് പറയാ, എന്നെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ലോകം മുഴുവൻ നിനക്ക് തരാം.
യേശു അവനോട്, ആ. സാത്താനെ എന്നെ വിട്ടുപോ. യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ നിന്റെ ആരാധിക്കാവൂ ദൈവമായ എന്ന് കർത്താവിനെ എഴുതിയിരിക്കുന്നുവല്ലോ. മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. അപ്പോൾ പിശാച് എന്ത് ചെയ്തു? അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് സംസാരിച്ചു. അപ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൂതന്മാർ അകന്നു പോകും. പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞാൽ ദൂതന്മാർ തിരിച്ചു വരും. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഉള്ള വിഷയം വരുമ്പോഴാണ് നമ്മുടെ കഷ്ടതയും നമ്മുടെ ഭാരങ്ങളുടെയും പ്രതിഫലം നാം അറിയുന്നത്. കാരണം ആ ശബ്ദം കേൾക്കുമ്പോൾ ദൂതന്മാർ കൂടെ ഉള്ള ഭക്തന്മാരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ദൈവസഭയിൽ 100 പേരുണ്ടെങ്കിൽ പരീക്ഷയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവരോട് കൂടെ ദൂതന്മാരുള്ളവർ എത്ര പേരുണ്ട്, ദൂതന്മാരില്ലാത്തവർ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ ഭക്തന്റെ വിലയറിയുന്നത്. ഈ ദൂതൻ എവിടം വരെ വേണമെന്നറിയാമോ? ഇപ്പം നമുക്ക് നമ്മുടെ കാല് കല്ലുമേൽ തട്ടിപ്പോകരുതെന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ച ദൂതന്മാർ എവിടം വരെ വേണം? ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. യാക്കോബ് യോസേഫിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. 48-ന്റെ 14-ാം വാക്യം. അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാ? യാക്കോബ്. എഫ്രൈമിനെ മനശ്ശയെ അനുഗ്രഹിക്കാൻ പോവാ. പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു. ആരൊക്കെ ആണെന്ന് ഓർക്കണം? എൻ്റെ പിതാവായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം. ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം. ഇന്നുവരെയും പുലർത്തിയിരിക്കുന്ന ദൈവം. അതുപോലെ ഇന്നുവരെ എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം. എന്നെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ച ദൂതൻ ഈ കൊള്ളണം. അപ്പൊ അനുഗ്രഹിക്കാൻ നേരത്ത് നമ്മൾ പറയില്ലേ, പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്കും അനുഗ്രഹിക്കാനായിട്ട് എനിക്ക് അമ്മയുടെ അനുഗ്രഹമുണ്ട്, അപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെന്നൊക്കെ പറയില്ലേ. അനുഗ്രഹിക്കുന്നത് ആരായിരിക്കണം എന്നറിയാവോ? ആരായിരിക്കണം? ദൈവത്താൽ പരിപാലിക്കപ്പെട്ടവനായിരിക്കണം. ദൈവം കൊടുത്ത ദൂതന്മാർ വിട്ടുമാറാത്തവരായിരിക്കണം അനുഗ്രഹം ഫലിക്കണമെങ്കിൽ. യാക്കോബിനോട് ബാല്യം മുതലുണ്ടായിരുന്ന ദൂതൻ അവനോടൊപ്പം ഉണ്ട്. അവനാണ് അനുഗ്രഹിക്കാൻ പറയുന്നത്. ആരൊക്കെയാണ്? എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, ഞാൻ ഭജിച്ചു പോന്ന ദൈവം, എന്നെ ഇതുവരെയും സകല ആപത്തിൽ നിന്ന് വിടുവിച്ച ദൂതൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ യാക്കോബ് മരിക്കാൻ പോവാ. അപ്പൊ ഇപ്പോഴും ആരുടെ സംരക്ഷണമുണ്ട്? ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. അപ്പൊ ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഓർക്കേണ്ടത്, ശ്രദ്ധിക്കണം, ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തോടുകൂടി ഈ ദൂതന്മാർ എങ്ങോട്ട് പോകും? പറഞ്ഞേ. ഇപ്പൊ ലെനി മരണസമയമായി, വയസ്സ് ചെന്നു, ആയുഷ്കാലം തികഞ്ഞു കഴിഞ്ഞപ്പോൾ ലെനി പറഞ്ഞു, എൻ്റെ വിശ്വാസ പിതാക്കന്മാരുടെ ദൈവം, എന്നെ വിളിച്ച് വേർതിരിച്ച് ഇതുവരെയും പരിപാലിച്ച ദൈവം, എന്നെ സകല ആപത്തുനിന്ന് അനർത്ഥങ്ങൾ വിളിച്ച് കാല് കല്ലുമേ തട്ടിപ്പോകാതെ പണം സൂക്ഷിച്ച ദൂതൻ എൻ്റെ മകൻ പോളിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇനി ലെനിയെ സംരക്ഷിച്ച ഉത്തരവാദിത്വം ആ ദൂതന് ആരെയായി? മകനെയായി. ഇതാ ഒരു ദൂതന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അത്ര വലുതാണ്. ദൈവം മനുഷ്യർക്ക് ചെയ്യുന്ന
സംരക്ഷണം അത്ര വലുതാണ്. ആ അങ്ങനെയുള്ളവരാണ് അനുഗ്രഹിക്കുമ്പോൾ ഫലിക്കുന്നത്. നമ്മളിന്ന് പകൽക്കാലം ചിന്തിച്ചല്ലോ. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം ഇടിഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ളവരാണ് അനുഗ്രഹിക്കേണ്ടത്. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് മണ്ണിൽ പോയി കിടന്നാലും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം എഴുന്നേക്കുന്ന ആരാ? നമ്മളാണോ? അല്ല. ക്രിസ്തുവിൽ മരിച്ചവർ, അതായത് മരിക്കുമ്പോഴും അവർക്ക് ആരുടെ കാവലുണ്ട്? ദൂതന്മാരുടെ കാവലുണ്ട്. അങ്ങനെയുള്ളവരാണ് എഴുന്നേക്കുന്നത്, അല്ലാത്തവർ എഴുന്നേക്കില്ല. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് വിശ്വാസത്തിൽ കർത്താവ് വിളിച്ചു വേർതിരിച്ചപ്പോൾ കർത്താവിൻ്റെ ജനത്തിന് കർത്താവ് കൊടുത്തിട്ടുള്ള ദൂതന്മാർ, അവരുടെ സംരക്ഷണം പരീക്ഷയിലും പരിശോധനയിലും വിട്ടുപോകാതെ അവരോടൊപ്പം ഇരുന്ന് അവരെ കാത്തു സൂക്ഷിക്കുന്നവരും, അഥവാ അവർ മരിച്ചു പോയാൽ മരണസമയത്തും ആ സംരക്ഷണം ഉള്ളവരാണ്. പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ദൂതൻ ഇപ്പം നമ്മളെ ആണെങ്കിൽ പെട്ടെന്ന് ഉണർത്തും, എഴുന്നേക്ക്, റെഡിയായി. കാരണം അവർക്ക് ഓർഡർ കിട്ടി. എവിടെ നിന്ന് ഓർഡർ കിട്ടി? ദൈവത്തിൽ നിന്നല്ല. പ്രധാന ദൂതനായ മീഖായേൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഏൽപ്പിച്ച ആളെ വേഗം എഴുന്നേൽപ്പിച്ചോ, എടുക്കാൻ പോവാ. കർത്താവിൻ്റെ ഗംഭീരനാദം കൊണ്ട് അവൻ എഴുന്നേറ്റു. അവരെയാണ് സ്വർഗത്തിലേക്ക് എടുക്കുന്നത്. അല്ലാത്തവർക്ക് ആർക്കും ആ ശബ്ദം കേൾക്കാനോ കർത്താവിനോടൊപ്പം അവകാശം പ്രാപിക്കാനോ സാധിക്കുകയില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് നമ്മുടെ സകല പ്രവർത്തികൾക്കും സകല വാക്കുകൾക്കും സകല വിചാരങ്ങൾക്കും കർത്താവ് സാക്ഷിയുണ്ടെന്നും നമ്മുടെ സ്വഭാവങ്ങൾ ഓരോന്നോരോന്നായി ദൈവത്തിന് മുമ്പാകെ എത്തിക്കാൻ നമ്മളോടൊപ്പം ദൂതന്മാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും ഏത് സമയത്തും കർത്താവെ, ഇന്ന് കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുന്നുവെങ്കിൽ ഞാനത് കേൾക്കുമോ? പ്രധാന ദൂതൻ ശബ്ദിച്ചാൽ ആ ശബ്ദം എൻ്റെ അടുക്കൽ വരുവാൻ തക്കവണ്ണം എന്നോടുകൂടെ ദൂതനുണ്ടോ? എന്നോടുകൂടെ ദൂതനില്ലെങ്കിൽ പ്രധാന ദൂതൻ ശബ്ദിച്ച ശബ്ദം ഞാൻ എങ്ങനെ കേൾക്കും? നഷ്ടപ്പെട്ടു പോകാതിരിക്കണം. നമ്മോടുകൂടെ നമ്മുടെ സേവയ്ക്കായി ദൈവം ഏൽപ്പിച്ചു തന്ന ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സമയത്ത് നമ്മൾ കൈവിടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ പക്ഷക്കാരായി ചേർന്ന് നിത്യത സന്തോഷമായിട്ട് അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. ദൈവം അനുഗ്രഹിക്കുമാറാണ്. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥിക്കാം. തീർച്ച പ്രാർത്ഥിച്ചേ.